ഒരു കാട്ടിൽ രാജ എന്ന ഒരു ശക്തനായ സിംഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവന്റെ സ്വർണ്ണതാടി സൂര്യപ്രകാശത്തിൽ തിളങ്ങുമായിരുന്നു. അവന്റെ ഗർജനം മൈലുകളോളം കേൾക്കാമായിരുന്നു. എന്നാൽ അവൻ മഹാ അതിമോഹിയായിരുന്നു. എല്ലാ ദിവസവും ഏറ്റവും നല്ല ഭക്ഷണം അവൻ ആവശ്യപ്പെട്ടു. അവനെ പേടിച്ചു മൃഗങ്ങൾ ഏറ്റവും രുചികരമായ പഴങ്ങൾ, പുതിയ പച്ചക്കറികൾ, രുചികരമായ മാംസങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും മറ്റു മൃഗങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതായി. അവരുടെ അതിമോഹിയായ രാജാവിനെ സന്തോഷിപ്പിക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ മതിയായ ഭക്ഷണം കണ്ടെത്താൻ അവർ പാടുപെട്ടു. മരങ്ങളിൽ പഴങ്ങൾ കുറയുകയും നദികളിൽ മത്സ്യങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം മൃഗങ്ങൾ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു. ടിമോ എന്ന ആമ രാജയെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർക്കു ഒരു ബുദ്ധി പറഞ്ഞുകൊടുത്തു. അവർ കാട്ടിൽ ഒരു തിളക്കമുള്ള സ്വർണ്ണപ്പഴം വച്ചു. എന്നിട്ട് അവർ രാജയോട് പറഞ്ഞു, മഹാരാജാവേ, ഇതാണ് കാട്ടിലെ ഏറ്റവും അപൂർവമായ പഴം. നിങ്ങൾ ഇത് തൊടാതെ എല്ലാ ദിവസവും കാത്തിരുന്നാൽ ഇത് ഒരുപാട് വലുതാവും. അതിമോഹിയായ രാജ പഴം വലുതാവാൻ വേണ്ടി കാത്തിരിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി അവൻ പഴത്തെ നോക്കിക്കൊണ്ടേണ്ടിരുന്നു. മറ്റൊന്നും തിന്നാൻ വിസമ്മതിച്ചു. അങ്ങനെ അവന്റെ ശരീരം ക്ഷീണിക്കുകയും അവന്റെ ഗർജനത്തിന്റെ ശക്തി കുറയുകയും ചെയ്തു. എന്നാൽ കാട് വീണ്ടും പുഷ്ടിയാർന്നു. മരങ്ങളിൽ വീണ്ടും പഴങ്ങൾ കായ്ക്കുകയും നദികൾ മത്സ്യങ്ങളാൽ നിറയുകയും ചെയ്തു. ഒരു ദിവസം ടിമോ അവന്റെ അടുത്തെത്തി. മഹാരാജാവേ, നിങ്ങളുടെ അതിമോഹം കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടത്. വിശപ്പിന്റെ വില ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ രാജയുടെ കണ്ണുകൾ കുറ്റബോധത്തിൽ നിറഞ്ഞു. അവൻ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു ക്ഷമ ചോദിച്ചു. മൃഗങ്ങൾ എല്ലാവരും സന്തോഷത്താൽ തുള്ളിച്ചാടി. കാട്ടിലെ ഭക്ഷണം എല്ലാ മൃഗങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് രാജ തിരിച്ചറിഞ്ഞു. രാജ തന്റെ വാഗ്ദാനം പാലിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം സന്തോഷത്തോടെ പങ്കിട്ടു കഴിച്ചു. അതുകൊണ്ടുതന്നെ ആർക്കും വിശന്നിരിക്കേണ്ടി വന്നില്ല. ഒരിക്കൽ മോഹിയായിരുന്ന രാജാവ് ഒരു നല്ല ഭരണാധികാരിയായി മാറി കാട്ടിൽ എന്നേക്കുമായി സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവന്നു.